നവംബർ മാസം 13 ക്രിസ്തുവർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമാധാനവും കൃപയും നേരുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം പഴയ നിയമത്തിൽ നിന്ന് യെസക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യെസക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കൊണ്ട്, എന്നാൽ ശ്വാസം അവയില്ലായിരുന്നു. 9-ാം വാക്യം. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയെ ഞാൻ അരുളി ചെയ്തു, നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് ആരംഭിക്കാം. ഒരുപാട് ദൈവകൃപ വേണ്ട ഒരു അധ്യായമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവിക പ്രവചനങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവാണ്, പരിപാലകനാണ്, കൃപയിൽ പൊതിഞ്ഞവനാണ്, കരുണയിൽ ഞങ്ങളെ കാക്കുന്നവനാണ്. നന്ദിയോടെ നിന്നോട് സ്തുതിക്കുന്നു. എന്ന് കർത്താവെ, ചില പ്രവചനങ്ങളും അവിടുന്ന്
ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന, ഈ ഭൂമിയിൽ ഇക്കാലങ്ങളിൽ ചെയ്യുന്ന അത്ഭുതകരമായ പ്രവചനങ്ങളും അതിൻ്റെ നിവൃത്തിയെ മനസ്സിലാക്കി കർത്താവേ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ അവിടുത്തോടും അവിടുത്തെ തിരുവചന പ്രകാരമുള്ള പ്രവചനങ്ങളോടും അവിടുത്തെ പദ്ധതിയോടും ചേർന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് അനുഗ്രഹീതമായി തീരുവാനിടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവചന നിവൃത്തികൾ, അത്ഭുതകരമായ പ്രവചനങ്ങളും പ്രവചന നിവൃത്തിയും അല്പമായി പരിശോധിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ഇസ്രായേലിനെ സംബന്ധിച്ച ഉണങ്ങിയ അസ്ഥികളുടെ ജീവൻ വയ്ക്കുന്നത്, അത് ഒരു വലിയ ഒരു സൈന്യമായി തീരുകയാണ്. ഇത് എപ്രകാരമാണ് എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, പ്രവചനങ്ങൾ പറയുന്ന ദൈവമാണ്, പ്രവചനങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും ഇന്നത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണശേഷവുമുള്ള നിത്യജീവനെക്കുറിച്ചും നിത്യമായ കാര്യങ്ങളെക്കുറിച്ചും മരണശേഷമുള്ള നിത്യമായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഏറ്റവും ഉറപ്പ് നൽകുന്ന ഒരു കാര്യം ദൈവവചനത്തിലെ പ്രവചനങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും ഇത് പ്രവചനങ്ങൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത് രണ്ട് പ്രധാനപ്പെട്ട അത്ഭുത പ്രവചനങ്ങൾ നാം പരിശോധിക്കാം എന്നിവയാണ്. ഒന്നാമത്തേത് നമ്മളിപ്പോൾ വായിച്ച ഈ പ്രവചനം, മരിച്ചു മൺമറിഞ്ഞു പോയ ഡ്രൈ ബോൺസ്, ഉണങ്ങിയ ഈ അസ്ഥികൾ അവർ ഒരു വലിയ സൈന്യമായി തീരുകയാണ്. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഇതാരാണ്? ഇത് എപ്പോൾ സംഭവിച്ചു എന്നുള്ളത്, അതാണ് പ്രവചന നിവൃത്തി. പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് തീർച്ചയായിട്ടും 1948 മുതൽ രാഷ്ട്രമായി തീർന്ന ഇന്നത്തെ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചാണ് എന്നുള്ളത് വിശ്വസിക്കാൻ തക്കവണ്ണം ദൈവവചന പഠനം പ്രേരിപ്പിക്കുകയാണ്. ഈ പ്രവചനത്തിൽ എസെക്കിയേൽ പ്രവചനം 37:1-14 വരെ കുറിച്ച് വായിക്കുമ്പോൾ, അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് എന്നുള്ളത് അത് വ്യക്തമായിട്ട് ദൈവവചനം തന്നെ പറയുന്നുണ്ട്. അത് ഊഹിച്ചിരിക്കേണ്ട കാര്യമല്ല. അതിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, ഇവിടെ അവൻ എന്ന് പറയുന്നത് കർത്താവായ യഹോവയാണ്. യഹോവ എന്നോട് അരുളി ചെയ്ത്, എന്നോട് എന്ന് പറയുന്നത് എസെക്കിയേൽ പ്രവാചകനോടാണ്. യഹോവയായ കർത്താവ് ഇസ്രായേലിനെ സംബന്ധിച്ച് എസെക്കിയേൽ പ്രവാചകനിലൂടെ ഇസ്രായേലിന് പ്രവചനം നൽകുകയാണ്. അതുവഴി ഈ വേദപുസ്തകം വിശ്വസിക്കുന്ന നമ്മളോടും പറയുകയാണ്, ദൈവം പ്രവചിക്കുന്ന ദൈവമാണ്, പ്രവചനങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ്. ഈ ഭാഗത്ത് അത് ഇസ്രായേലിനെ സംബന്ധിച്ച വിഷയമാണ്. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്ത്, മനുഷ്യ 37-ാം അധ്യായം 11-ാം വാക്യം, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ്, ഈ ഉണങ്ങിയ ജീവനില്ലാത്ത ഈ യഹൂദജനം, അവരെ കുറിച്ചാണ് ഈ പ്രവചനം എന്നുള്ളത്. അവർ ജീവിക്കും, സൈന്യമായി തീരും, ശക്തരായി തീരുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്നുള്ളത് വേദപുസ്തകം തന്നെ അത് പറയുന്നത് കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഇസ്രായേലിൽ സംഭവിച്ച കാര്യമാണ്. എസെക്കിയേൽ പ്രവചനം എഴുതുന്നത് ഏകദേശം 6-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പുള്ള 6-ാം നൂറ്റാണ്ട്, BC, ബിഫോർ ക്രൈസ്റ്റ്. 6-ാം നൂറ്റാണ്ടിൽ ഏകദേശം എഴുതപ്പെട്ട പ്രവചനമാണ് എസെക്കിയേൽ പ്രവചനം. അതിനുശേഷം AD 70 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം AD 70 റോമാ സാമ്രാജ്യം വന്ന്
ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അവർക്ക് പോയിരുന്നു. ലോകമെമ്പാടും ഉള്ള ഒരു ചിതറിപ്പായിരുന്നു AD 70-ാം നൂറ്റാണ്ടിൽ നടന്നത്. അപ്പോൾ 600 BC കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് 600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പ്രവചനം AD 70 ചിതറിക്കപ്പെടുകയും എന്നാൽ 1948 അവരെ വീണ്ടും കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും നമുക്ക് 11-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് എന്നും അവരുടെ അവസ്ഥ എങ്ങനെയുള്ള സമയത്താണ്, എങ്ങനെയുള്ള അവസ്ഥയിലാണ് ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത് നിവൃത്തിയാകുന്നത് എന്നും നമുക്ക് ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാവും. 11-ാം വാക്യത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അവൻ എന്നോട് അരുളിച്ച് മനുഷ്യപുത്രൻ, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെ ആകുന്നു. ഇസ്രായേൽ ഗ്രഹമാണ്. 12 ഗോത്രങ്ങളും ഉൾപ്പെട്ട ഇസ്രായേൽ ഗ്രഹം. അവരുടെ പ്രയാസം എന്തായിരുന്നു? ഈ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അത് വാസ്തവത്തിൽ സംഭവിച്ച കാര്യമാണ്. AD 70 ശേഷം ഇസ്രായേൽ ജനം കടന്നുപോയ ഭീകരമായിട്ടുള്ള അവരസ്ഥികളായി തീരുവാൻ തക്കവണ്ണമുള്ള ലോകം അവരോട് ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാവുന്ന വിഷയമാണ്. എന്നാൽ അതിനെതിരായിട്ട് ദൈവം അവരെ വീണ്ടും ജീവൻ കൊടുത്ത് കൊണ്ടുവന്ന് അവരെ വലിയൊരു സൈന്യമായി നിവർന്നു. എന്നാൽ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇസ്രായേലിന് ദൈവത്തിൻ്റെ പ്രവചനപ്രകാരം AD 70 അവർ ചിതറിക്കപ്പെട്ടു, ലോകം പാടി ചിതറിക്കപ്പെട്ടു, ഒരസ്ഥികളായി തീർന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അസ്ഥി ഉണങ്ങി, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, തീരെ മുടിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് വിഷയം. ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു. ഇതാണ് 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. 10-ാം വാക്യത്തിൽ. അപ്പം അതുകൊണ്ട് നമുക്കിത് ആരാണ്, എന്താണ്, എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഇല്ല. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് തന്നെയാണ് എന്നുള്ളത് വാസ്തവമാണ്. അവൻ എന്നോട് കൽപ്പിച്ചത്, കർത്താവായ യഹോവ യെസെക്കിയേലിനോട് കൽപ്പിച്ചത്, ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു. അത് സംഭവിച്ചത് ഈ 1948 ഇസ്രായേൽ ജനമാണ്. AD 70 ഇസ്രായേൽ ലോകം മുഴുവനും ചിതറിക്കപ്പെട്ടു. എന്നാൽ 1948 രാഷ്ട്രമായി തീർന്നു, ഏറ്റവും വലിയ സൈന്യമായി. അത് നമുക്ക് നമ്മുടെ കൺമുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചില പരമാർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. വേദപുസ്തകത്തിലെ പേർഷ്യ രാജ്യം ഒരു ഇസ്രായേലിന് വളരെ അനുകൂലമായ ഒരുപാട് രാഷ്ട്രതന്ത്രജ്ഞന്മാർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 1949 അവിടുത്തെ രാജഭരണം ഇന്നത്തെ ഇസ്ലാമിക് ഇറാനായി തീരുകയാണുണ്ടായത്. ആ രാജഭരണം ഇന്നത്തെ ഇസ്ലാമിക് ഇറാനായി തീർന്നു. ഈ ഇസ്ലാമിക് ഇറാനായി തീർന്ന ഈ പേർഷ്യ വലിയ ഒരു ആയുധ സംഹാരങ്ങളുള്ള ശക്തിമത്തായ ഒരു രാജ്യമാണ്. അവരുടെ പിൻബലം എന്ന് പറയുന്നത് അമേരിക്കയോട് കിടപിടിക്കാൻ ശക്തിയുള്ള ചൈന, അതുപോലെ തന്നെ റഷ്യ, തുർക്കി, വടക്കൻ കൊറിയ. നമുക്കറിയാം വടക്കൻ കൊറിയയുടെ ആയുധ സമാഹാരം നമുക്കറിയാം. അതുപോലെ തന്നെ അറബി രാഷ്ട്രങ്ങൾ, ലെബനോൻ, ഈജിപ്റ്റ്, യമൻ, ഈ രാജ്യങ്ങളുടെ ശക്തമായ പിൻബലമുള്ള ശക്തനായ രാജ്യമാണ് ഇറാൻ. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഈ രാജ്യം
ബൈബിളിലെ പ്രവചന പ്രകാരം ഇസ്രായേൽ ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിൽക്കുകയാണ്. അതാണ് നമ്മൾ 37-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിച്ചത്. ഈ ഉണങ്ങിയ അസ്ഥികളുള്ള ജീവൻ ഇല്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്ത ജനത്തെ ദൈവം ജീവിപ്പിച്ച് തൻ്റെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്ന് ഇത് വലിയ ഒരു സൈന്യമായി തീർന്നിരിക്കുകയാണ്. അത് വലിയൊരു സൈന്യമാണ് എന്നുള്ളതിനും അവർക്ക് ശക്തമായ ഇത്ര വലിയ ഒരു ശത്രുവിനെ നേരിടാനുള്ള അതിശക്തമായ സൈന്യബലമുണ്ട് എന്നുള്ളതും ദൈവവചനം പറഞ്ഞിരിക്കാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ അത്ഭുതകരമായ പ്രവചനം. നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ദൈവവചനത്തിലേക്കും ദൈവവചനത്തിലേക്കും എന്തുകൊണ്ട് തിരിയണം? അത് വായിക്കണം, അത് മനസ്സിലാക്കണം. മറ്റുള്ളവർ പറയുന്നത് കൊണ്ട്, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ മണ്ടനായിരിക്കും. ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ദൈവം തമ്പുരാന്, നമ്മുടെ സൃഷ്ടാവ്, ഈ ദൈവവചനത്തിൻ്റെ ഉടയവൻ പറയുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമ്മളിത് വായിച്ച് സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ എബ്രായ ഭാഷയിൽ നിന്നും യവന ഭാഷയിൽ നിന്നും ഇതിൻ്റെ മൂലഭാഷകളിൽ നിന്നും തന്നെ നമുക്ക് സാധാരണക്കാർ പോലും പഠിക്കാൻ തക്കവണ്ണം അതിശക്തമായ ഉപദേശങ്ങളും അത് പഠിക്കാനുള്ള അതിൻ്റെ ഗ്രാമറും അതിൻ്റെ കമൻട്രിയും ഒക്കെ ഉള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നാലിത് വായിച്ച് നമുക്ക് തന്നെ ബോധ്യപ്പെടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. ഇങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയാറുള്ളത്. Why should you read about the book? Why don't you read the book? ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ വായിച്ച് ആ പുസ്തകം വായിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. 37-ാം അധ്യായം എസെക്കിയേൽ 37 വായിച്ചു നോക്കും. അത് ഈ പറയുന്ന പ്രകാരം ഇസ്രായേലിനെ സംബന്ധിച്ചാണോ? അതിൻ്റെ പ്രവചനം നിവൃത്തിയായി ഇന്ന് 1948 മുതൽ അവർ വലിയ ഒരു ശക്തമായി തീർന്നു. അവർ കടന്നുപോയ യുദ്ധങ്ങൾ ഈ 1948 ശേഷം എത്രയോ ഭീകരമായ ഒരു ശത്രുവിനെയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദുഷ്ടതയുടെ പര്യായമായ ഒരു ശത്രു. അവിടെ എങ്ങനെയാണ് ഇത്ര വലിയൊരു സൈന്യമായി തീർന്നത് ഇന്ന് ചേർത്ത് നിർത്തുകയാണ്. അതുമാത്രമല്ല, പല ശത്രുക്കൾക്കും ഇന്ന് ഭയാനകമായ സ്പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. അതാണ് ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നത് വലിയൊരു അത്ഭുതം നമുക്ക് വായിക്കാൻ പറ്റുന്നത് പുതിയ നിയമത്തിൽ എസെക്കിയേൽ 1 തെസ്സലോനിക്കൻ 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കൻ പുതിയ നിയമം 1 തെസ്സലോനിക്കൻ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ നുറന്ന് വിട്ടൊഴിഞ്ഞ് 1 തെസ്സലോനിക്കൻ 4-ാം അധ്യായം അതിൻ്റെ 13 തൊട്ടുള്ള വാക്യങ്ങളായിരിക്കണം. ശരി, ഞാൻ 3 തൊട്ടാണ് വായിക്കുന്നത്. 13 തൊട്ടുള്ള വാക്യങ്ങളാണ്. ക്ഷമിക്കണം, 3 എന്ന് പറഞ്ഞതിന് 13 തൊട്ടുള്ള വാക്യങ്ങളാണ്. ഒന്ന് തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഇത് പൗലോസ് അപ്പസ്തോലൻ, ദൈവത്താൽ അപ്പസ്തോലനായി നിയമിക്കപ്പെട്ട പൗലോസ് അപ്പസ്തോലൻ തെസ്സലോനിക്കാർക്കുള്ള ദൈവസഭയ്ക്ക്, യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് എഴുതിയ ഒരു ലേഖനമാണ്. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരിച്ചവർക്ക് എന്ത് സംഭവിച്ചു? മരിച്ച ക്രൈസ്തവർക്ക്, ക്രിസ്തുവിൽ ഉള്ളവർക്ക്, യഹൂദന്മാർ ക്രൂശിച്ച, റോമ ജാതികളോട് ചേർന്ന് ക്രൂശിച്ച, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച, അവൻ്റെ പാപപരിഹാര ബലിയിലും അവൻ്റെ പുനരുദ്ധാനം വിശ്വസിച്ച തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനമാണ് ഇത്. അവരോട് പറയുകയാണ്, നിങ്ങൾ മരിച്ചുപോയ ക്രിസ്തീയ വിശ്വാസികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വിഷയം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ,
നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനും നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടി വരുത്തും. 15-ാം വാക്യം, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. എത്രയും ശക്തമായ ഉപദേശമാണ്. കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹം ഉദ്ദേശിച്ച ഞങ്ങൾ എന്ന് പറയുന്ന ബഹുവചനത്തോടു കൂടി പറയുകയാണ്. കർത്താവിൻ്റെ വചനമാണ്, അതാണ് ശക്തി, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മളുടെ ഉറപ്പ്. പറയുന്നു 16-ാം വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ, ഇത് യഹൂദനല്ല, ക്രിസ്തുവിൽ മരിച്ചവരാണ്. യഹൂദർ ക്രിസ്തുവിലുള്ളവരല്ല, ക്രിസ്തുവിൽ നമുക്ക് ദാനം ചെയ്തവരാണ്. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് അവരെയാണ് ക്രിസ്തുവിലുള്ളവർ ഇവിടെ പറയുകയാണ്. അവൻ ദൈവത്തിൻ്റെ കാവളത്തോട് സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പം ആദ്യത്തെ പരിധാനം ആർക്കും ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ. ഇതാ വലിയൊരു അത്ഭുതകരമായ ഒരു പ്രവചനമാണ്. 17-ാം വാക്യത്തിൽ, പിന്നെ അവനോട് ശേഷിക്കുന്ന നാമോ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എന്നിട്ട് 18-ാം വാക്യം പറയുകയാണ്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുന്നു. വളരെ ക്രിസ്തീയ ജീവിതത്തെ, മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന നാം ഓരോരുത്തരും, ക്രിസ്തുവിലുള്ള നാം ഓരോരുത്തരും, കർത്താവ് യേശുവിൽ വിശ്വസിച്ച നാം ഓരോരുത്തരും നമുക്കുള്ള പ്രത്യാശ വചനമാണ്. കർത്താവ് കാഹളത്തോട് വരും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അതിനുശേഷമുള്ളവർ ജീവിച്ചിരിക്കുന്ന നാമോ അവനോട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് വളരെ പ്രത്യാശയുള്ള ഒരു വിഷയമാണ്, ആശ്വാസവചനമാണ്. അതുമാത്രമല്ല, ഇന്ന് ഇസ്രായേൽ 1942 ഇസ്രായേൽ ഒരു സൈന്യമായി തീർന്നു, ശക്തിയും ബലവും പ്രാപിച്ചു. ഇനി അടുത്തതായി സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പുനരുദ്ധാനങ്ങളെക്കുറിച്ചാണ്. അത് ആശ്വാസം നൽകുന്ന ഒരു വിഷയം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഒരു പ്രധാന വിഷയമുള്ളത്, നമുക്ക് വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ സംശയങ്ങളുണ്ടാകാം. ഇത് ആരോട് ചോദിക്കുമെന്നുള്ളതാണ്. ആരോട് ചോദിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ലോകം വിവിധ തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകമാണ്. എല്ലാവരും വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരോ, വേദപുസ്തകത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരോ, ഇസ്രായേൽ വിശ്വസിക്കുന്നവരോ, സഭയുടെ ഉൽപ്രാവണത്തിൽ വിശ്വസിക്കുന്നവരോ അല്ല. അതുകൊണ്ട് ഇത് ആരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നുള്ളത് വളരെ ശ്രമകരമായ വിഷയമാണ്. ഈ ഒരു കാര്യമാണ് എന്നെ ഈ വേദപുസ്തകത്തിലേക്ക് തിരിച്ചത്. ഞാനിത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ തതുല്യമായി സമാനമായ ചിന്തകളുള്ള പലരുടെ പുസ്തകങ്ങളും റെഫറൻസ് ബുക്സൊക്കെ വായിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ്. എന്നാലും ഒരു സാധാരണക്കാരനായ വ്യക്തി ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ സംശയങ്ങൾ വരുമ്പോൾ ആരോട് ചോദിക്കും? പള്ളി പുരോഹിതനോട് ചോദിച്ചാൽ അദ്ദേഹം പറയാമെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇത് നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം. ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും കരുതലുള്ള ദൈവമാണ്. അപ്പം അങ്ങനെ ഈ വേദഭാഗത്ത് ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനം അത്ഭുതകരമായ ഒരു പ്രത്യാശയാണ്. അതുപോലെ തന്നെ പുനരുദ്ധാനത്തിൻ്റെ ക്രമവും ഇവിടെ എഴുതിയിട്ടുണ്ട്, വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ക്രമം എങ്ങനെയാണ്? പുനരുദ്ധാനത്തിൻ്റെ ക്രമം വേദപുസ്തകം പറയുന്നത്, പുതിയ നിയമത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്, ആദ്യം ആദ്യഫലം ക്രിസ്തുവാണ്. ക്രിസ്തു മരിച്ചവരുടെ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു.
തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാർ കാണുക അവൻ സ്വർഗാരോഹണം ചെയ്തു. അതിനു മുമ്പായിട്ട് അവന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു, അവർക്ക് ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തു. അതുപോലെ തന്നെ അവരോട് ഭക്ഷണം കഴിച്ചു, അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവരുടെ മുൻപ് അവർ കാണുക സ്വർഗാരോഹണം ചെയ്തു. ഈ വസ്തുതകൾ നമ്മെ ഈ പുസ്തകത്തിലേക്ക് തിരിയാനും ഈ പ്രവചനങ്ങളിലേക്ക് തിരിയാനും ഈ പ്രത്യാശയിലേക്ക് തിരിയാൻ നമ്മളെ ബാധ്യസ്ഥരാക്കിയാണ്. ഒരു തരത്തിലൊരു ഒരു ഒരു കമ്പൽഷൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം, പ്രത്യാശയോടെ ജീവിക്കണം. പുനരുദ്ധാനത്തിൻ്റെ ക്രമം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നാം പലപ്പോഴും അത് പരിഗണിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ്. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഉപദേശങ്ങളുള്ള ഒരു ലേഖനമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അത് നിങ്ങളിതിനെ വായിച്ച് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അത് 22-ാം വാക്യം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. വളരെ നല്ല കാര്യമാണത്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ. നാം മരിക്കാനുള്ള കാരണം ആദാമിൻ്റെ പാപമാണ്. ദൈവനോട് പറഞ്ഞു, തിന്ന നാളിൽ മരിക്കും. അതിനുശേഷം അവനോട് പറഞ്ഞു, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരിയും. ഇത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ആദാമിൽ ജനിച്ച സകല മനുഷ്യരും മരിച്ചാലും അവർ ജീവിക്കപ്പെടും എന്നുള്ളത്, അവർക്ക് പുനരുത്ഥാനം ലഭിക്കും എന്നുള്ളത് വേദപുസ്തകത്തിലെ ശക്തമായ ഒരു ഉപദേശമാണ്. എന്നാൽ ഈ പുനരുദ്ധാന ശരീരമാണോ, ദൈവത്തിൻ്റെ കൂടെ ഉള്ള ശരീരമാണോ, അതെങ്ങനെയുള്ള ശരീരമായിരിക്കുമെന്നുള്ളതും അത് നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ എല്ലാവരും ജീവിക്കപ്പെടും എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 21-ാം വാക്യം, ഓരോരുത്തരും താൻ്റെ നിരയിൽ അത്രേ. അപ്പം ഈ പുനരുത്ഥാനം, ആദാമിലുള്ള സകല മനുഷ്യരെയും പുനരുത്ഥാനം, അവനെങ്ങനെയാണ് അവർ ജീവിക്കപ്പെടുക എന്നുള്ളത്, അതിനൊരു ക്രമം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തന് എന്ന് പറഞ്ഞാൽ ആദാമിൽ മരിച്ച എല്ലാവർക്കും ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കാൻ പെടാമ്പോൾ അതെങ്ങനെ സംഭവിക്കും, അതിൻ്റെ ക്രമം എങ്ങനെയാണ്, പുനരുദ്ധാനത്തിൻ്റെ ക്രമം എപ്രകാരമായിരിക്കുമെന്ന് ശക്തമായൊരു ഉപദേശം നൽകുകയാണ്. 21-ാമത്തെ, ഓരോരുത്തന് സകല വ്യക്തികൾക്കും താൻ്റെ നിരയിലത്രേ. അതാണ് ക്രമം എന്ന് പറയുന്നത്. ഒരു നിര, ഒരു ഓർഡർ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യഫലം ക്രിസ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായൊരു ഭാഗം. മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പിന്നെ 24-ാം വാക്യം പറയുകയാണ്, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ. എപ്പോഴാണ് അവൻ്റെ വരവെങ്കിൽ? ക്രിസ്തുവിലുള്ളവർ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ. പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തിനെ ഏൽപ്പിക്കും. അത് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് വളരെ പ്രത്യാശാ വിഷയമാണത്. പുനരുത്ഥാനം, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ. ഈ ക്രിസ്തുവിലുള്ളവരാരാണ്? ഇസ്രായേലാണോ ക്രിസ്തുവിലുള്ളവർ? നോ. ക്രിസ്തുവിലുള്ളവർ ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. നീ ക്രിസ്തുവിലായാൽ നീ പുതിയ സൃഷ്ടിയാകും. ക്രിസ്തുവുള്ളവന് നിത്യജീവനുണ്ട്, നിത്യജീവനുള്ളവരാണ്. ഇത് വളരെ ശക്തമായ സഭയെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിനും അടക്കത്തിനും പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും പിതാവിൻ്റെ വെളുത്തുപോകത്തെ പിതാവിൻ്റെ വാഗ്ദത്തവും വാങ്ങിച്ച അതിൻ്റെ ഫലമാണ് സഭ എന്ന് വേദപുസ്തകത്തിൽ നിന്ന് ശക്തമായ ഒരു ഉപദേശമാണ്. അങ്ങനെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പുനരുദ്ധാനത്തിന് ക്രമം നൽകുന്നു. അതിൽ ആദ്യ ഫലം ക്രിസ്തു, രണ്ടാമത് ഇനി ക്രിസ്തു. നാമാണ് ഇനി അടുത്തത് പുനരുദ്ധാനം ചെയ്യാൻ പോകുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്, ക്രിസ്തുവിൽ ഉള്ളവരാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ ആശ്വാസം നൽകുന്ന ഒരു വചനമാണ്. അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക.
സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഉപദേശം നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 2 അത്ഭുത പ്രവചനങ്ങൾ, ഒന്ന് ഇസ്രായേൽ, 2 ക്രിസ്തുവിലുള്ളവർ. അപ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങളും വിശ്വസിച്ചേ പറ്റൂ. ഇസ്രായേൽ എന്താണ്? അവർ ഇന്നത്തെ 1942 ഇന്ന് കാണുന്ന ഈ ഇസ്രായേൽ, ഈ ശക്തനായ സൈന്യമായി തീർന്ന ഈ ഇസ്രായേൽ, ദൈവത്തിൻ്റെ ജനം, അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. രണ്ടാമതായിട്ട് ക്രിസ്തുവിൽ ഉള്ളവർ. നമ്മെ സംബന്ധിച്ച് 2 പ്രവചനങ്ങളും വിശ്വസിക്കേണ്ടിയിരിക്കും. കാരണം ഇത് സത്യമായതുകൊണ്ടാണ്, ഞാൻ പറയുന്നതുകൊണ്ടല്ല. ദൈവവചനത്തിൽ 600 BC 600 പറഞ്ഞ ഈ കാര്യങ്ങൾ 1948, ഏകദേശം 2000 വർഷത്തിൽ കൂടുതൽ, 600ഉം 1940 കൂട്ടിക്കഴിഞ്ഞാൽ മച്ച് മോർ. എന്നാൽ 70 ശേഷം ഏകദേശം 1941 വർഷം, അത്രയും വർഷം കാത്തിരുന്നതിന് ശേഷം ഇസ്രായേൽ ഇതാ വീണ്ടും ശക്തമായ സൈന്യവും രാഷ്ട്രവുമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് 1948 ഇസ്രായേൽ പ്രവചന നിവൃത്തിയാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ രാഷ്ട്രം, ഈ ഇസ്രായേൽ നമ്മൾ കാണുന്ന രാഷ്ട്രം, അത് പ്രവചന നിവൃത്തിയാണ്. രണ്ടാമതായിട്ട് ക്രിസ്തുവിൽ മരിച്ച ഉയർത്തെഴുന്നേൽക്കും. അത് അതിൻ്റെ 16-ാം വാക്യത്തിൽ, പിന്നെ ജീവനോട് ശേഷിക്കുന്ന ക്രിസ്തുവിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതാണ് 16-17 വാക്യങ്ങൾ. ഈ പ്രവചനം ആശ്വാസം നൽകുന്നു. ദൈവവചനം, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം നൽകുന്നു. പറഞ്ഞവൻ വിശ്വസ്തനാണ്, പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും. വരും എന്ന് പറഞ്ഞാൽ വരും, എടുക്കും എന്ന് പറഞ്ഞാൽ എടുക്കും. കർത്താവിനോട് മേഘങ്ങൾ എടുക്കപ്പെടും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടത്, അതിനുവേണ്ടി ഒരുങ്ങേണ്ടതും ആവശ്യമാണ്. ഈ പ്രവചനം ആശ്വാസമാകുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇപ്രകാരമാണ്: തിരുവചനത്തിൻ്റെ നിശ്ചയമായ നിവൃത്തി ഒന്ന്. രണ്ടാമതായിട്ട് ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ്. അത് നമുക്ക് പ്രത്യക്ഷമായ അടയാളമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ഇന്ന് സഭയല്ല. സഭയെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ അത് വളരെ മോശമായി തരിക. ഇംഗ്ലണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എത്രയോ മ്ലേച്ഛകരമായ കാര്യങ്ങളാണ് സഭ എന്ന് പറയുന്ന ഈ സംഘടനകളിൽ നടക്കുന്നത്. ഇതൊന്നും ദൈവസഭയോട് യാതൊരു 7 കുലബന്ധവുമില്ലാത്ത സംഘടനകളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിന് തിരിച്ചുവരവ് ദൈവം നൽകിയിരിക്കുന്ന, എന്നാൽ അവർ അവിശ്വാസത്തിലാണ്. അവർക്ക് ഭാഗികമായിട്ടുള്ള ഒരു ഹൃദയകാഠിന്യം സംഭവിച്ചിരിക്കുകയാണ്. അതിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ നടക്കാനുണ്ട്. അതിനുശേഷം കർത്താവിലേക്ക് തിരിയും, അവരേക്ക് നോക്കും, കർത്താവ് വരും, അവരെല്ലാവരും രക്ഷിക്കപ്പെടും. അതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരു വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ കടന്നു പോകും. അത് നമുക്ക് പിൽക്കാലങ്ങളിൽ പഠിക്കാമെന്ന് വിചാരിക്കാം. എന്നാൽ മൂന്നാമതായിട്ട് പുനരുദ്ധാനത്തിൻ്റെ ഉറപ്പും നമുക്ക് ആവശ്യമാണ്. എന്ത് സംഭവിക്കും? നമ്മൾ ഈ കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് വരുമ്പോൾ എത്രയോ പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകേണ്ടി വരുന്നു. എന്നാൽ അതിനിടയിൽ ആരാണ് ആശ്വാസം നൽകുന്നത്? എന്താണ് നമുക്ക് ആശ്വാസം നൽകുന്നത്? തീർച്ചയായിട്ടും ദൈവവും ദൈവവചനവും അതിൻ്റെ പ്രത്യാശാവചനങ്ങളും ആണ്. അതുകൊണ്ട് തിരുവചനം നിശ്ചയമായി നിവൃത്തിയാകും. ഇസ്രായേലിന് തിരിച്ചുവരവ് നമുക്ക് പ്രത്യക്ഷമായ ലക്ഷണമാണ്. നമുക്ക് പുനരുദ്ധാനത്തിന് ഉറപ്പുണ്ട്. അത് നമുക്ക് ആശ്വാസമാണ്. ഇത് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അവർ കാണിച്ചു തരുന്ന കാര്യങ്ങൾ അത് വിശ്വസിക്കാനും, പ്രവചനങ്ങളുടെ നിവൃത്തി നമുക്ക് മനസ്സിലാക്കി അത് വിശ്വസിക്കുവാനും, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം അത് ഉറപ്പും ആശ്വാസം നൽകുവാനും ഇടയാക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു വെരി മച്ച്.